ചോദ്യം നമ്പർ 181 ശ്രീ PC വിഷ്ണുനാഥ് ചുമതലപ്പെടുത്തിയ പ്രകാരം ഡോക്ടർ മാത്യു കോയൽനാടൻ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, നീതി ആയോഗ് ദീർഘമായ ഉത്തരവാണ്. നീതി ആയോഗ് 2025-26 പുറപ്പെടുവിച്ച 2023 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ചെലവുകളുടെ ഗുണനിലവാരം, റവന്യൂ സമാഹരണം, സാമ്പത്തിക വിവേകം, കടസൂചിക, കടസുസ്ഥിരത എന്നീ 5 സൂചകങ്ങളിലൂടെ മാത്രമാണ് സംസ്ഥാനങ്ങളെ വിലയിരുത്തിയത്. പ്രസ്തുത റിപ്പോർട്ടിൽ വിവിധ മേഖലകളിൽ കേരളം നേടിയ പുരോഗതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ ചെലവ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. റിപ്പോർട്ട് കാലയളവിൽ കേരളത്തിൻ്റെ തനത് വരുമാന വളർച്ച കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 26.5%. ഇത് കഴിഞ്ഞ 5 വർഷത്തെ സംയുക്ത വാർഷിക വളർച്ചാ നിരക്കായ CAGR 7.31% ഉയർന്നു നിൽക്കുന്നതാണ്. റിപ്പോർട്ട് കാലയളവിൽ നികുതിയേതര വരുമാനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 44.5% വളർച്ചാ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. റവന്യൂ കമ്മി 3.3% നിന്നും 0.9% ശതമാനമായി ധനക്കമ്മി 5% നിന്നും 2.5% റിപ്പോർട്ട് കാലയളവിൽ കുറഞ്ഞിട്ടുണ്ട്. സർ, ഇതിൻ്റെ ഡീറ്റെയിൽസ് വളരെ എന്തുകൊണ്ട് ഇടക്കാലത്ത് ഈ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സർ, കേന്ദ്ര സർക്കാരിൻ്റെ സമീപകാല നയപരിപാടികൾ പൊതുവെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ 2022 ജൂണിൽ GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത് സംസ്ഥാനത്തിന് വരുമാനത്തിൽ ഇടിവുണ്ടാക്കി. GST നഷ്ടപരിഹാരം നിർത്തലാക്കുന്നതിലൂടെ വാർഷിക നഷ്ടം ഏകദേശം 12,000 കോടി രൂപയാണ് ഉണ്ടായത്. കേരളത്തിന് അവകാശപ്പെട്ട പങ്കിടാവുന്ന നികുതി തുടർച്ചയായി കുറയുന്നു. ഇത് 10ാം ധനകാര്യ കമ്മീഷൻ മുതൽ ഏറ്റവും ഒടുവിലത്തെ ധനകാര്യ കമ്മീഷൻ വരെ 3.82 നിന്നും 1.92% കുറഞ്ഞു എന്നുള്ളത് നമ്മൾ ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സാർ, ഇങ്ങനെയെല്ലാം കുറഞ്ഞ് വന്നിട്ടും നമ്മൾ കൃത്യമായ ഫിസ്ക്കൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തതിൻ്റെ വിശദമായ കണക്ക് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ ദേശീയ ശരാശരിയുടെ ചില 5 സൂചകങ്ങൾ വെച്ച് നടത്തിയിട്ടുള്ള റിപ്പോർട്ടിനകത്ത് കേരളത്തിൻ്റെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ മൂലധന നിക്ഷേപം നടത്തുകയും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും വരുമാന വർധനവിനകത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ വന്ന നേട്ടങ്ങളടക്കം ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാർ, വിശദമായ ഒരു മറുപടി ആയതുകൊണ്ട് ഞാൻ എല്ലാം വായിക്കാത്തത്. ഓക്കെ, താങ്ക് യു. ശ്രീ PC വിഷ്ണുനാഥ് ചുമതലപ്പെടുത്തിയ പ്രകാരം ഡോക്ടർ മാത്യു കോയൽനാടൻ. സർ, ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം അങ്ങയുടെ ബഡ്ജറ്റിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക പെർഫോമൻസും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മെച്ചപ്പെട്ടു എന്ന നിലയിലാണ്. മാത്രമല്ല, കഴിഞ്ഞ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മുഴുവൻ നീതി ആയോഗിനെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും കണക്കുകൾ ഉദ്ധരിച്ചാണ് അങ്ങ് സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സാർ, നീതി ആയോഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ഇതങ്ങ് കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. കേരള റാങ്ക്ഡ് എമംഗ് വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ നീതി ആയോഗ്സ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. അതായത് ഞങ്ങൾ പറഞ്ഞതല്ല, അപ്പം അങ്ങ് ഈ സർക്കാർ നിരന്തരം നീതി ആയോഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നീതി ആയോഗ് പറഞ്ഞിരിക്കുന്നത് ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ശേഷി നോക്കുമ്പോൾ ഒറീസ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയപ്പോഴും കേരളം വേഴ്സ്റ്റസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സിൽ ഒന്നാണ് എന്ന് പറയുന്നു. നീതി ആയോഗിന്റെ ഫൈൻഡിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ചോദ്യത്തിലേക്ക് വരൂ. സർ, തുടങ്ങിയല്ലോ. ഈ നീതി ആയോഗ് കണ്ടെത്തിയ കേരളം പെർഫോം ചെയ്യാത്ത മേഖലകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിലും നിർദ്ദേശങ്ങൾ കാണുന്നില്ല. അതിനിയെങ്കിലും അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ സർ, ബഡ്ജറ്റിൽ പറഞ്ഞതിനകത്ത് ആദ്യ സെൻറ്റൻസ് അല്ലെങ്കിൽ ആദ്യ പാരഗ്രാഫ് തുടങ്ങുന്നത് കേരളം വലിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, എന്നാൽ പ്രത്യാശയുടെ കിരണങ്ങളുണ്ട്, ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ളതല്ല. ബഡ്ജറ്റായാലും കണക്കുകളായാലും ഇവിടെ പറഞ്ഞത് കണക്കുകൾ വെച്ചിട്ടാണ്. സർ, 2016 UDF അധികാരത്തിൽ നിന്ന് പോയ സമയത്ത് ഈ മൊത്തത്തിലുള്ള റിപ്പോർട്ട് 2014 മുതലുള്ളതാണ്. 2014 മുതൽ കോവിഡിൻ്റെ ദീർഘകാലം വരെ തുടങ്ങി ഈ 22-23 ഘട്ടത്തിലേക്ക് വരുന്നതാണ് ഈ റിപ്പോർട്ട്. അതുകൂടെ മനസ്സിലാക്കണമെന്ന്. അപ്പോൾ ആ 9 വർഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 9 വർഷമാണെന്നുള്ളത് ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും. സർ, ഇവിടെ പറഞ്ഞ ഒരു കാര്യം ടേക്ക് ഓഫ് ഉണ്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? സർ, 1ാം പിണറായി സർക്കാരിൻ്റെ അതിനു മുമ്പത്തുള്ള കണക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. 1ാം പിണറായി സർക്കാർ കോവിഡിൻ്റെ സമയമായിരുന്നു. അതിനു മുമ്പത്തെ ഗവൺമെൻറ്റിനേക്കാളും നല്ല സ്പെൻഡിങ് നടത്തി, ഏറ്റവും കൂടുതൽ കോവിഡിനെ നേരിടാൻ സ്പെൻഡിങ് നടത്തിയതാണ്.
1,15,000 കോടി രൂപയിലധികമാണ് ഒരു വർഷം ശരാശരി സ്പെൻഡിങ് നടത്തിയത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതിന് തുടർന്ന് കേന്ദ്രം എല്ലാം വെട്ടിക്കുറച്ചൊരു ഘട്ടത്തിൽ വന്ന ഗവൺമെൻറ് 1,64,000 കോടിയാണ് സാർ വാർഷികമായിട്ട് സ്പെൻഡിങ് നടത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷക്കാലം നമുക്ക് വല്ലാത്ത പണം അല്പം പോലും അധികം ചിലവാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. 1,59,000 60,000 കോടി എന്ന നിലയിലായിരുന്നു 3 വർഷം നിന്ന്. ഈ വർഷം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഈ വർഷം സാർ മാർച്ച് അവസാനമാകുമ്പോൾ 1,78,000 കോടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യും. സാർ 1,60,000 3 വർഷക്കാലം അങ്ങനെ പിടിച്ചു നിന്നിടത്തുന്നു. 1,78,000 എന്ന് പറഞ്ഞാൽ 18,000 കോടി രൂപ അധികമായി ചിലവാക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ലക്ഷണമല്ലേ സാർ? എന്ന് മാത്രമല്ല സാർ, അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ബഡ്ജറ്റ് 2 ട്രില്യൺ റുപ്പീസിലേക്ക് എത്തി. 2 ലക്ഷം കോടി കടക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ആ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തും എന്ന നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ സാർ? സാർ, ഇതിനകത്ത് ഒരു കാര്യം കൂടി ഈ റിപ്പോർട്ട് അങ്ങയുടെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ട് വായിക്കേണ്ടതാണ് സാർ. അതിനകത്ത് റിപ്പോർട്ടിനകത്ത് 23-ാം പേജിൽ പറയുന്നു, സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ്, കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ആസ്പിറേഷണൽ സ്റ്റേറ്റ്സ് that have consistently faced fiscal challenges over the past 9 years. ഈ 3 സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പഞ്ചാബ് നേരത്തെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. പഞ്ചാബ്, കേരള, വെസ്റ്റ് ബംഗാൾ 3 പ്രതിപക്ഷ സ്റ്റേറ്റുകളാണ്. ഇത് 3 കഴിഞ്ഞ 9 വർഷമായിട്ട് വലിയ ഫിസ്ക്കൽ ചലഞ്ചസ് നേരിടുന്നു. ദീസ് സ്റ്റേറ്റ്സ് ഫേസ് ഹൈ ഡെറ്റ്, ലാർജ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് തുടങ്ങി കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് അങ്ങേക്ക് മനസ്സിലായി കാണും, ഈ സഭയ്ക്ക് മനസ്സിലാവുന്നു വരുന്നത്. എന്നിട്ട് ക്വാളിറ്റി എക്സ്പെൻഡിച്ചറിനെ പറ്റി പറയുമ്പോൾ സർ, ഇൻ ടേംസ് ഓഫ് അതിനകത്ത് 52-ാം പേജിൽ, സർ, ഇൻ ടേംസ് ഓഫ് സോഷ്യൽ സെക്ടർ സ്പെൻഡിംഗ്, കേരളാസ് അലോക്കേഷൻ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇൻ 2022-23 വാസ് 6.4% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഹയർ ദാൻ ദി ആവറേജ് ഓഫ് 5.6 ഓഫ് അതർ മേജർ സ്റ്റേറ്റ്സ്. ഇന്ത്യയിലെ ശരാശരി ഒരു സംസ്ഥാനം 5.6% ചിലവാക്കുമ്പോൾ കേരളം 6.4% ചിലവാക്കുന്ന ഈ റിപ്പോർട്ടിൽ തന്നെ സാർ പറയുന്നു. സാർ, അത് വളരെ വലിയൊരു നേട്ടമല്ലേ സാർ? വലിയ തോതിൽ എക്സ്പെൻഡിച്ചർ വിദ്യാഭ്യാസത്തിന് ചിലവാക്കുന്നതാണ് തൊട്ടടുത്ത സെൻറ്റൻസ്. അപ്പോൾ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും കൂടുതൽ പണം ചിലവാക്കുന്ന ഈ റിപ്പോർട്ട് പറയുന്നു. റവന്യൂ മൊബിലൈസേഷൻ്റെ കാര്യം കൂടി പറയേണ്ടതാണ് സാർ. ഞാനത് പറയാം. റവന്യൂ മൊബിലൈസേഷൻ ഭാഗത്ത് അവർ പറയുന്നു, ഡ്യൂറിംഗ് 2022-23 ഓൺ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ് റെക്കോർഡഡ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 26.5% as compared to the previous year and a CAGR of 7.3% the last 5 years. ആ വർഷം 26.5% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റെക്കോർഡ് ഗ്രോത്താണ് സർ. ഓൺ ടാക്സ് റവന്യൂ ഇൻക്രീസ് ബൈ 23.3% ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 54.2% ഓഫ് ദി റവന്യൂ റെസീറ്റ്സ്. അതും ഇന്ത്യയിലെ റെക്കോർഡ് തന്നെയാണ്. അത്രയും വർദ്ധിച്ചു എന്ന് ഈ റിപ്പോർട്ടിൽ പറയാം സർ. മേജർ കോൺട്രിബ്യൂഷൻസ് കെയിം ഫ്രം ദ സ്റ്റേറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ് ഓൺ സെയിൽസ് ആൻഡ് ട്രേഡ്. സർ, അതിനടുത്ത സെൻറ്റൻസ് പറയുന്നത്, കേരള ഈസ് പ്രയോറിറ്റൈസിംഗ് റിസോഴ്സസ് മൊബിലൈസേഷൻ ഫോർ എക്കണോമിക് റിക്കവറി ആൻഡ് ഡെവലപ്മെൻറ്റ് വിത്ത് റിഫോംസ് ഫോക്കസ്ഡ് ഓൺ ടാക്സ് റിവിഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ദി GST ഡിപ്പാർട്ട്മെൻറ്റ്. അതൊരു അംഗീകാരമായിട്ട് റിപ്പോർട്ടിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് സർ. ഇൻ 2022-23 the total states own non-tax revenue SONTR reflected a substantial growth rate of 44.5%. സർ, 44.5% ഗ്രോത്തൊക്കെ പെർ ഇയർ വരിക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയ ജമ്പാണ് സാർ. ഓവർ ദ പ്രീവിയസ് ഇയർ ആൻഡ് ദ CAGR ഓഫ് 5% ഇൻ ദ ലാസ്റ്റ് 5 years. സർ, റെസീറ്റ്സ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറീസ് ആർ ദ പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാക്കി അതുകൊണ്ട് ആ റിപ്പോർട്ടിനകത്തുള്ളതാണ്. അത് വായിക്കുന്നുണ്ട്. റെസീറ്റ്സ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറീസ് ആർ ദ പ്രൈമറി സോഴ്സ്. സർ, ഈ പണം എല്ലാം കൂടി വർദ്ധിച്ചിട്ടാണ് ഞങ്ങൾ 54,000 കോടി രൂപയായിരുന്നു 2021. ഇപ്പോൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നത് 1,03,000 കോടിയാണ്. ഇത് വന്നിട്ട് ഈ പെട്ടിയിലാണ്. നിങ്ങളും ഞാനും അടക്കമുള്ള ഈ സംസ്ഥാനത്തിൻ്റെ നിയമസഭാംഗങ്ങളും ഗവൺമെൻറ്റും എല്ലാം കൂടി ചെലവാക്കാൻ ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വന്നതാണ്, അല്ലാതെ ഞങ്ങളുടെ ഒന്നും പേഴ്സണൽ ഖജനാവിലേക്കല്ല. സർ, 54,000 കോടിയിൽ നിന്നും 1,03,000 കോടിയിലേക്ക് ഈ 4 വർഷം കൊണ്ട് കേരളത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു എന്നുള്ള അഭിമാനത്തോടുകൂടി പറയുകയാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട്, ഈ ചോദ്യം വന്നത് നന്നായി. ഈ കാര്യങ്ങൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാം. സർ, വിത്തൗട്ട് ഒഫൻസ്, പലപ്പോഴും നിങ്ങൾ മിനിസ്റ്റേഴ്സ് ഇവിടെ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പം അങ്ങ് പറഞ്ഞ ഒരു സെൻറ്റൻസ്, അതായത് കേരളം എഡ്യൂക്കേഷനിൽ എല്ലാവരേക്കാളും ബെറ്ററായിട്ട് സ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. സർ, ഇഫ് ഐ ആം റോങ് ഐ വിൽ കറക്റ്റ് മൈസെൽഫ്. ഞാൻ തെറ്റ് തിരുത്താം. ഞാൻ പറയുന്നു, അതോറിറ്റേറ്റീവായിട്ട് പറയുന്നു, നാഷണൽ ആവറേജിലും താഴെയാണ് നമ്മുടെ സ്പെൻഡിങ്. ആസ് എ മിനിസ്റ്റർ നിങ്ങൾ ഇവിടെ നിന്ന് പറയുകയാണ്
വി ആർ അബവ് ഓൾ സ്റ്റേറ്റ്സ്. എങ്ങനെ ഒന്നല്ലെങ്കിൽ താങ്കൾക്ക് സപ്ലൈ ചെയ്യുന്ന ഡേറ്റയുടെ പ്രശ്നമാണ് ഈ എന്റെ തെറ്റാണ് ഇത് എന്താന്ന് നിങ്ങളൊന്ന് കാര്യം പറയാൻ പറ്റില്ല. സമയം അനുവദിക്കാൻ പറ്റൂ, സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റില്ല. 30 സെക്കൻഡാ 30 സെക്കൻഡിനുള്ളിൽ പറയണം, അത്രേ പറ്റൂ. ചോദ്യം ചോദിക്കട്ടെ. 45 സെക്കൻഡ് അനുവദിക്കുന്നുണ്ട്. നിങ്ങളിത് പ്രസംഗമല്ല, ഡിമാൻഡ് പറഞ്ഞോന്ന്. ഞാൻ കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ. നാഷണൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞോളൂ. പിന്നെ അങ്ങ് നിരന്തരം പറയുന്ന കാര്യം ഈ ഫ്ലോറിൽ ഇതിനിപ്പോ ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞാൽ അത് അങ്ങ് ടേബിൾ ചെയ്യണം. GST കോമ്പൻസേഷൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയില്ലേ? ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഈ പീരീഡിന് ശേഷം കിട്ടുന്നുണ്ടോ? നമ്പർ 1. നമ്പർ 2, 11ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ പറയാം, എല്ലാത്തിനും മറുപടി പറഞ്ഞില്ല. വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി ഹെൽത്തിയായി പണം ചെലവാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യയിലെ 13,500 സ്കൂള് പൊതു സ്കൂളുകളുള്ള എയ്ഡഡും ഗവൺമെൻറ്റുമായി 13,500 സ്കൂളുള്ള കമ്പാരിറ്റീവ്ലി നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തെലുങ്കാനയായിട്ട് ഇതേപോലെ തന്നെ ജനസംഖ്യയും സ്കൂളും പിന്നെ പരമാവധി നമ്പറുള്ളത്. അവിടെ 6,500 സ്കൂളാണ് ഉള്ളത്. 6,500 സ്കൂൾ നമ്മുടെ ജനസംഖ്യയും ഏകദേശം നമ്മളെപ്പോലെയുള്ള ഒരു വേണമെങ്കിൽ സോഷ്യൽ ലൈഫ് നോക്കാവുന്ന സ്ഥലത്ത് 6,500 സ്കൂളുള്ള അപ്പോൾ 13,500 സ്കൂൾ കേരളത്തിലുണ്ട്. സാർ ഇതുപോലെയുള്ള കമ്പാരിസൺ ധാരാളമുണ്ട് സാർ കോളേജിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് എഫക്റ്റീവായിട്ടുള്ള എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ നടത്തുന്ന സ്റ്റേറ്റ് തന്നെയാണ്. ബാക്കി ചോദ്യം ചോദ്യങ്ങൾക്ക് സമയം നിശ്ചയിക്കുമ്പോൾ ഉത്തരം ശരി ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. 40 നിങ്ങളിത് പ്രസംഗമല്ല, അങ്ങനെ ഡിമാൻഡ് ഡിസ്കസ് ചെയ്തോന്ന്. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉത്തരങ്ങൾക്ക് കൂടി ഒരു സമയം നിശ്ചയിക്കുന്നത് നന്നായിരിക്കും ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. FRBM ആക്ട് പ്രകാരം സ്റ്റേറ്റുകൾക്ക് അവരുടെ സഞ്ചിത കടം GSDPയുടെ 29% ലിമിറ്റ് ചെയ്യണമെന്നാണ്. സർ, ഈ വർഷത്തെ ബഡ്ജറ്റ് ഇൻ ബ്രീഫിലും അത് 33.77%. ഇവിടെ 2 ഗവൺമെന്റുകളുടെ കാലത്തും ഒരു വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും ആ ലിമിറ്റ് എക്സീഡ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. UDFന്റെ 5 വർഷക്കാലം 29% നിലനിർത്താൻ അന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ 29% കവിഞ്ഞു പോകുന്ന ഏക സ്റ്റേറ്റ് ഇതാണ്. സാർ, ഇത് നമ്മുടെ ഫിസ്ക്കൽ സ്റ്റെബിലിറ്റിയെ ബാധിച്ചിട്ടില്ലേ? ആ ഫിസ്ക്കൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ 29% നിലനിർത്താനും എന്തെല്ലാം നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? സാർ, സാമ്പത്തിക രംഗത്ത് പിന്നെ നമ്മുടെ കടം വർദ്ധിച്ചു വരികയല്ല കുറഞ്ഞു വരിക എന്നുള്ള കണക്കുകൾ നേരത്തെ പറഞ്ഞാൽ സാർ, നമ്മുടെ ആകെയുള്ള കടത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കിപ്പോൾ ടോട്ടൽ ഡെറ്റ് സാർ, നമുക്ക് ഈ ഇവർ പറയുന്ന കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വന്നത് സാർ 38% കോവിഡ് സമയത്ത് വന്നിരുന്നു സാർ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വന്നാണ് 38.47. അവിടുന്ന് 36 35 34.2 താഴോട്ട് വരികയാണ്. ഈ കഴിഞ്ഞ 3 വർഷവും കോവിഡിൻ്റെ വളരെ ഉയർച്ചയിലേക്ക് പോയിട്ട് അവിടുന്ന് ടോട്ടൽ ഡെറ്റ് താഴോട്ട് വന്നു എന്നുള്ളത് നമ്മുടെ കണക്കുകളിലെല്ലാം വന്നതാണ്. അതിനെ സംബന്ധിച്ചും നമ്മുടെ ഡെറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് നല്ലപോലെ ഉണ്ടെന്നുള്ളത് ഇതുപോലെ രേഖ വന്നിട്ടുണ്ട് സാർ. ശ്രീ TJ വിനോദ്. സാർ, കാര്യക്ഷമമായ ധനവിനിയോഗത്തിൻ്റെ 2 സൂചികകൾ. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവിൽ പദ്ധതി ചെലവിൻ്റെ തോതും. 2, മൂലധന ചെലവുമാണ്. പദ്ധതി ചെലവ് വികസനത്തെ ഊന്നിയുള്ളതാണ്. മൂലധന ചെലവ് അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങളും സംസ്ഥാനത്തിൻ്റെ വികസനവും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. കൂടാതെ മൂലധന ചെലവ് ഭാവിയിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ കാര്യമായി പങ്കുവഹിക്കുകയും ചെയ്യും. എൻ്റെ ചോദ്യം, 2023-24 സാമ്പത്തിക വർഷം മൂലധന ചെലവ് എത്രയായിരുന്നു? ഇത് മൊത്തം സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ എത്ര ശതമാനം വരുമെന്ന് വ്യക്തമാക്കാമോ? മുൻ വർഷത്തെ അപേക്ഷിച്ച് പദ്ധതി ചെലവുകളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ കാരണം വ്യക്തമാക്കാമോ? സാർ, മൂലധന ചെലവിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ 2022-23 സാമ്പത്തിക വർഷത്തിൽ 16,787.49 കോടി രൂപയായിരുന്നത് 23-24 അത് 16,880 കോടി രൂപയായിട്ട് വന്നിട്ടുണ്ട്. സാർ, അക്കൗണ്ട് ജനറലിൻ്റെ കണക്കനുസരിച്ചും ഈ വർധന ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ സാർ, ഇപ്രാവശ്യം ബഡ്ജറ്റ് രേഖകളിൽ
ഈ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടാത്ത ഭാഗങ്ങൾ, അതിനകത്തൊന്ന് കിഫ്ബിക്ക് നമ്മൾ കൊടുക്കുന്ന പണം വാസ്തവത്തിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ് വരുന്നത്, ബഡ്ജറ്റിൻ്റെ ഹെഡിലല്ല. അതുപോലുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബഡ്ജറ്റിനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് 16,787 കോടിയാണ് 22-23. സാർ 23-24 16,850 കോടിയാണ്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാ പ്രിൻസിപ്പളും അനുസരിച്ചുള്ള കമ്പ്യൂട്ടേഷൻ ഫോർമുല വെച്ചിട്ട് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബഡ്ജറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് 21,634 കോടിയാണ് സാർ. അതുപോലെ ആ വലിയ വർധനയുണ്ട് സാർ. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കിയാൽ ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപം, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്ന തരത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വർദ്ധിക്കുകയാണ് സാർ. ശ്രീ ടി സിദ്ദിഖ്. സർ, കഴിഞ്ഞ തവണ ഞാനൊരു ചോദ്യം ചോദിച്ചു ആമസോണും ഫ്ലിപ്കാർട്ടുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ചോദ്യമാണ് സർ. സർ, GST രജിസ്ട്രേഷൻ വർദ്ധിപ്പിക്കാൻ വിവിധ സംസ്ഥാനങ്ങൾ നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ തമിഴ്നാട് സ്വീകരിച്ചൊരു മാർഗം UPI ഡാറ്റ ട്രാൻസാക്ഷൻ വിശകലനം ചെയ്ത് GST രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് സ്വീകരിച്ചു സർ. സർ, നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡാറ്റ അടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ എത്രത്തോളം നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്, എത്ര പുരോഗതിയുണ്ട്? സർ ഒരൊറ്റ കാര്യം, ഒറ്റ കാര്യം സർ. 11ാം ധനകാര്യ കമ്മീഷനിൽ കഴിഞ്ഞ് 14ാം ധനകാര്യ കമ്മീഷനിൽ എത്തിയപ്പോൾ ഈ ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകൾക്ക് ഇതിൻ്റെ വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്? മിനിസ്റ്റർ. സർ, അദ്ദേഹം ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യം പ്രത്യേക നോട്ടീസ് തന്നാൽ കണക്കെടുക്കേണ്ടതാണ്, എല്ലാ സ്റ്റേറ്റുകളുടെയും കണക്കെല്ലാം എടുക്കാൻ. പക്ഷേ ഇവിടെ ആദ്യം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം നമ്മുടെ ഈ എങ്ങനെയാണ് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് സാർ. നമ്മൾ കേരളത്തിൻ്റെ ഇടപെടൽ കാരണം ഇതാദ്യമായിട്ട് ഫ്ലിപ്കാർട്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഓൺലൈനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം എല്ലാ തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നമുക്ക് കണക്ക് തരുന്ന തരത്തിലേക്ക് അവർ ഇതുവരെ ഇല്ലായിരുന്നു സാർ. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ റെസിസ്റ്റ് ചെയ്യായിരുന്നു. നമ്മളവരെ വിളിച്ചു നോക്കിയിട്ട് അവർ ഡേറ്റ തരാൻ തയ്യാറില്ലായിരുന്നു. നമ്മൾ ഈ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. ഇനിയിപ്പോൾ ഇന്ത്യയിൽ എവിടുന്ന് ഒരു സാധനം മേടിച്ച് ഓൺലൈനായിട്ട് കേരളത്തിലേക്ക് വന്നാൽ ഈ കേരളത്തിൻ്റെ അഡ്രസ്സ് രേഖപ്പെടുത്തി ബില്ല് പോലെ തരണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയൊരു ഇൻകം അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, വർധന പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളമാണ് ഈ പ്രശ്നം ഉന്നയിച്ചതും ദീർഘമായിട്ട് നമ്മുടെ GST കൗൺസിലിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് സാർ അംഗീകാരം കിട്ടിയത്. ഇപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സാർ. അതുപോലെ നമ്മൾ കുറേയേറെ പുതിയ കാര്യങ്ങൾ ഇപ്രാവശ്യം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് നമ്മൾ അങ്ങേക്കും അറിയാം, ഈ സഭയ്ക്കും അറിയാം, മെമ്പർമാർക്ക് അറിയുന്നതാണ്. കുറേയേറെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ വർഷം തന്നെ ഇൻ്റലിജൻസിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് മാത്രം 450 കോടി രൂപ ഈ വർഷം ഇതുവരെ ഇൻ്റലിജൻസിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഖജനാവിലേക്ക് അടപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ. ശ്രീ ജി സ്റ്റീഫൻ. സാർ, സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാന സമാഹരണത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്ന ഒരു മേഖലയാണ് ലോട്ടറി. ധാരാളം തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുത്ത് ഉപജീവന മാർഗം തേടുന്നുണ്ട്. ഇത്തരത്തിൽ ലോട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും സഹായകരമായ രീതിയിൽ എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാം. മിനിസ്റ്റർ. സാർ, ലോട്ടറി, നമ്മുടെ സംസ്ഥാനത്തെ ലോട്ടറി ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ അവരുടെ ജീവിതത്തെ സഹായിക്കുന്ന ഒന്നാണ് സാർ. സാർ, 1,00,000-ലധികം ആളുകൾ നേരിട്ട് ലോട്ടറി ഏജൻറ്റുമാരായിട്ട് പണിയെടുക്കുന്നുണ്ട്. അങ്ങേക്കറിയാം, ഈ നാട്ടിൽ എവിടെ ചെന്നാലും ഇത് സാധാരണ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് വരുമാനം കിട്ടുന്നൊരു മേഖലയാണ് സാർ. നമ്മുടെ ലോട്ടറി സംവിധാനത്തിനകത്തൊരു 3% പോലും ആകെ ഈ വിറ്റഴിക്കുന്നു എന്ന് പറയുന്നത് 3% പോലും സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നതല്ല. ലോട്ടറി ടാക്സിൻ്റെ ഒരു ഭാഗം വരുമെന്നല്ലാതെ കമ്മീഷൻ, അതുപോലെ സമ്മാനം, ടാക്സ്, ഇതാണ് പൊതുഘടന. അതിൻ്റെ ഭാഗമായിട്ട് ലോട്ടറി തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമനിധിയുണ്ട്. അതിൽ നിന്ന് സാധാരണ ക്ഷേമനിധി പോലെയുള്ള പല ആനുകൂല്യങ്ങൾ കൂടാതെ അവർക്ക് വാർഷികമായിട്ട് പ്രത്യേകം ബോണസ് പോലെ കൊടുക്കുന്ന കാര്യമുണ്ട് സാർ. ഇതുകൂടാതെ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് ഒരു ലോട്ടറി ലൈഫ് വിഷു ബമ്പർ എന്ന് പറഞ്ഞൊരു നറുക്കെടുപ്പ് നടത്തിയിട്ട് 160 വീടുകൾ അവർക്ക് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. അത് നേരത്തെ നമ്മൾ അനൗൺസ് ചെയ്തതാണ്, അതിൻ്റെ സ്കീമായി സാർ. ഇതുകൂടാതെ ട്രൈ സ്കൂട്ടർ, വളരെ ദുർബലരായിട്ടുള്ളവർക്ക് പ്രത്യേക സഹായങ്ങൾ, അവർക്ക് ലോട്ടറി വിൽക്കുന്നതിനുള്ള അനുബന്ധ സഹായങ്ങളെല്ലാം കൊടുക്കുന്ന പദ്ധതികളുണ്ട് സാർ. അത് അവരുടെ തൊഴിലാളികൾക്ക് നല്ല സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെൻറ്. ശ്രീ KV സുമേഷ്. സാറേ, നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി, കേന്ദ്ര ഗവൺമെൻറ് നാം ഇത്രയെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നമുക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? മിനിസ്റ്റർ.
കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ പറ്റിയാണല്ലോ ചോദ്യം. അതെ 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 ഇത്രയൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിനകത്ത് സാർ ഇത്രയേറെ കാര്യങ്ങൾ വന്നിട്ടും നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല സാർ. എന്നും നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ പറയേണ്ട എന്ന് എഴുതിയിട്ടാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്നതാണ് വയനാട് മേപ്പാടി ദുരന്തത്തിന് ചെയ്ത ആ അനുഭവം. 529 കോടി തന്നു. ഇത് തന്നിട്ട് ഈ പൈസ ഈ ഒരു മാസത്തിനകം ചെയ്തില്ലെങ്കിൽ തിരിച്ചെടുക്കുമെന്ന് പറയുന്നതാണ്. വേറൊരു ചോദ്യം ഇന്ന് തന്നെ ഉണ്ട് സാർ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയാണ് അവരുടെ സമീപനം സാർ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത ചില കേസുകൾ ഇപ്പോൾ നമുക്ക് ഈ മാസം നമ്മുടെ ഫിനാൻസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡൽഹിയിൽ പോയിരുന്നു. കുറേ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാവുന്നുണ്ട്. പ്രായോഗികമായി കേന്ദ്ര സംസ്ഥാന കാര്യങ്ങളിൽ കണക്കുകളൊക്കെ സെറ്റിൽ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും അർഹമായത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതിയുണ്ട്. അതിപ്പോഴും തുടരുന്നതിൻ്റെ അനുഭവങ്ങളുണ്ട്. നമ്മൾ ആ കാര്യത്തിനകത്ത് കൃത്യമായ രേഖകൾ കൊടുത്തെല്ലാം മേടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ബുദ്ധിമുട്ട് നമ്മളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഏത് ഘട്ടത്തിൽ ഇപ്പോഴും ആ ബുദ്ധിമുട്ട് തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നു സാർ. ശ്രീ ടി മധുസൂദനൻ. സാർ, 2011-16 വരെയുള്ള UDF ഭരണം കേരളത്തെ സാമ്പത്തികമായും വികസന രംഗത്തും സമ്പൂർണ്ണമായി തകർത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ കൈവരിച്ചിട്ടുള്ള മുന്നേറ്റത്തെ നീതി ആയോഗവും മറ്റ് കേന്ദ്ര ഏജൻസികളും അംഗീകരിക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ കുറച്ചു കാണുന്നത്? മൂന്നാം LDF സർക്കാർ വരുമെന്ന ആശങ്കയിൽ നിന്നാണോ? വിശദീകരിക്കാമോ? സാർ, ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമായിട്ടെല്ലാം വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇങ്ങനൊരു നിലപാട് പ്രതിപക്ഷം എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ഒരുമിച്ച് നിന്ന് നമ്മൾ ചോദിക്കണം. ചില മേഖലകളിൽ അവരത് ചോദിക്കാനായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അത് ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിനകത്ത് അത് ചെയ്യുന്നേ ഇല്ല. ഏത് കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്, കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് നേതൃത്വം നമ്മളുമായി ചേർന്ന് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും സംസാരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പാർലമെൻറ്റിലും അതുപോലെ തന്നെ GST കൗൺസിലും എല്ലാം ഇക്കാര്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിനകത്ത് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള വിഷമം നമുക്കുണ്ട്. എന്തായാലും സാർ, ഇപ്പോൾ കേരളത്തിലൊരു LDFൻ്റെ മൂന്നാം സർക്കാർ, പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച വീണ്ടും വരും എന്നൊരു ചർച്ച വരുന്നുണ്ട്. സന്തോഷകരമാണ്. അത് വളരെ സന്തോഷകരമായ ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ വരുമെന്നാണ് ജനങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ചോദ്യം നമ്പർ 182 ശ്രീ M. മുകേഷ്, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാർ, വ്യവസായ മേഖലയുടെ സുസ്ഥിര വളർച്ചയ്ക്കുള്ള നടപടികളാണ്. വളരെ വിശദമായിട്ടുള്ള മറുപടിയാണ്. ഞാൻ അവസാനത്തെ ഇത് മാത്രമേ വായിക്കുന്നുള്ളൂ. വേൾഡ് കൊച്ചിയിലെ ദാവോസുമായി ബന്ധപ്പെട്ടതിൽ അതിലിപ്പോൾ കേരള സംഘം നിരവധി ഭരണാധികാരികൾ, ബിസിനസ് പ്രമുഖർ എന്നിവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. AB ഇൻബർഗ്, ഗ്രീൻകോ, ഹിറ്റാച്ചി, TVS ലോജിസ്റ്റിക്, ജൂബിലൻ, ഭാരത് ഫോർജ്, HCL, ബെസ്പൺ, ഇൻഫോസിസ്, സ്വാരി, സുഫാന, സ്പൈസസ് ഉൾപ്പെടെ 70ഓളം കമ്പനി പ്രതിനിധികളുമായി 1-to-1 ചർച്ച നടത്തി. കൊച്ചിയിലെ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി വേൾഡ് എക്കണോമിക് ഫോറം അംഗീകരിക്കുന്ന ക്ലസ്റ്ററുകളിൽ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച നടത്തിയ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം മേശപ്പുറത്ത്. ശ്രീ M. മുകേഷ്. സർ, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് സർക്കാർ നടത്തിയ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. മിനിസ്റ്റർ. സാർ, നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും നടന്നിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ് സബ്മിറ്റുകളുടെയും അനുഭവങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് 2021 തന്നെ 25ലാണ് ഇൻവെസ്റ്റ് സമ്മിറ്റ് നടത്തേണ്ടതെന്ന് കണ്ടത്. അതിൻ്റെ ഭാഗമായി നിയമങ്ങൾ, ചട്ടങ്ങൾ ഭേദഗതി വരുത്തി ആവശ്യമായിട്ടുള്ള സംഘടനകളുമായി ആശയവിനിമയം നടത്തി. കേരളത്തിൽ 5000-ലധികം വരുന്ന ഇൻവെസ്റ്ററുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയ വ്യവസായ നയം ആവിഷ്കരിച്ചു. ആ വ്യവസായ നയം ആവിഷ്കരിക്കുമ്പോഴും ആശയവിനിമയം നടത്തി. പിന്നീട് 48 പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ്, റൗണ്ട് ടേബിളുകൾ, കോൺക്ലേവ്, അതുപോലെ സെക്ടർ വൈസ് മീറ്റിംഗ്, കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ, 500-നും 1000 കോടിക്കും ഇടയിൽ ടേൺ ഓവർ ഉള്ളത്, 100-നും 500 കോടിക്കും ഇടയിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ, ഇവയുമായിട്ടുള്ള ആശയവിനിമയം നടത്തി. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയതും പുതുതായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതുമായിട്ടുള്ള കമ്പനികളുമായിട്ടുള്ള ആശയവിനിമയം, അങ്ങനെ 48 പരിപാടികൾക്ക് ശേഷമാണ് റോഡ് ഷോയും നടത്തി. ചെന്നൈ, ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി, ദുബായ് റോഡ് ഷോ, ദാവോസിലും റോഡ് ഷോ പോലെ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതുകൂടാതെ മുഖ്യമന്ത്രി പങ്കെടുത്ത് 36 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളുടെ ഒരു ഡിപ്ലോമാറ്റിക് സമ്മിറ്റ് കൂടി ഡൽഹിയിൽ നടത്തുകയുണ്ടായി. ആ പ്രിപ്പറേറ്ററി പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തിയത് കൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലുകൾ വന്നു. വളരെ വിജയകരമായി ഇന്ത്യയിൽ തന്നെ നടന്ന ഏറ്റവും മികച്ച ഇൻവെസ്റ്റ് സമ്മിറ്റ് ആണെന്ന് എല്ലാ സംഘടനകളും സാക്ഷ്യപ്പെടുന്ന രൂപത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൻ്റെ ഭാഗമായി സർക്കാരിന് ലഭിച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് യഥാസമയത്ത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സാർ, നമുക്ക് അവിടെ കിട്ടിയത്
സമാപന സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവും ആ സമാപന സമ്മേളനത്തിലുണ്ടായി, പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടന സമ്മേളനത്തിലുണ്ടായി. 1,52,000 കോടി രൂപയുടെ പ്രപ്പോസൽ EOEകളാണ് അവിടെ വന്നത്. അതിനുശേഷം മുഹമ്മദ് ഉൾപ്പെടെ 1,65,000 IT കൂടുമ്പോൾ 1,75,000 വരുന്ന EOEകൾ സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി CIA, FICCI, KSSIA, TAI ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് തുടർ പ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ രാത്രി അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുകയുണ്ടായി. അടുത്തത് 14-ാം തീയതി വിവിധ വകുപ്പ് മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 7 ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്, 7 ടീം രൂപീകരിച്ചിട്ടുണ്ട്, 7 സെക്ടറായി തിരിച്ച് 12 എക്സ്പെർട്ടുകളെ ഇതിൻ്റെ ഏകോപനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലെങ്കിലും സമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ കല്ലിടാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ശ്രീ KP കുഞ്ഞുകുട്ടി മാസ്റ്റർ. സർ, സംരംഭക വർഷം പദ്ധതിക്ക് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരം നേടിയ വ്യവസായ വകുപ്പിനും വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. സർ, എൻ്റെ ചോദ്യം ഇതാണ്. സംസ്ഥാനത്ത് മികച്ച വ്യാവസായിക അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ടൈംസ് ഓഫ് ഇന്ത്യ കേരളത്തിലെ MSMEകളുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി 1-ാം പേജിൽ കൊടുത്ത വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വാർത്തയുടെ നിജസ്ഥിതി എന്താണ്? സാർ, അത് ടൈംസ് ഓഫ് ഇന്ത്യ 2 ദിവസം ദേശീയ തലത്തിൽ തന്നെ 1-ാം പേജിൽ കേരളത്തിൽ 42,000 സംരംഭങ്ങൾ 9 വർഷത്തിനുള്ളിൽ പൂട്ടി എന്ന് സോഴ്സ് കാണിക്കാതെ വാർത്ത കൊടുക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ബഹുമാനായ കാസർഗോഡ് അംഗം ശ്രീ NA നെല്ലിക്കുന്നിന് അവകാശപ്പെട്ട ഒരു ക്രെഡിറ്റാണ് ടൈംസ് ഓഫ് ഇന്ത്യ എടുത്തു കളഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ സഭയിൽ 1119 പേജുള്ളൊരു മറുപടി കൊടുക്കുകയുണ്ടായി. 1119 പേജുള്ള മറുപടി. ഏത് ജില്ലയിൽ ഏതൊക്കെ പൂട്ടി 9 വർഷത്തിനുള്ളിൽ. അത് ഒഫീഷ്യൽ കണക്കല്ല, നമ്മുടെ ഈ ഇന്റേൺസ് ഓരോ പഞ്ചായത്തിനും പോയി എടുത്ത കണക്കാണ്. അതിലിപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 70-71 തട്ടുകട, മുറുക്കാങ്കട, പെട്ടിക്കട എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം വച്ചിട്ട് കൊടുത്താണ്. പക്ഷെ ആ സോഴ്സ് വെളിപ്പെടുത്താതെ ഇത് ആകെ അലാമിംഗ് ആണ്. അലാമിംഗ് ആണെന്ന് പറയണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഈ കാലയളവിൽ കൂട്ടണം കൂടുതൽ. 2 വെഫിൻ്റെ കണക്കുണ്ട്. വെഫും സിംഗപ്പൂർ ബിസിനസ് സ്കൂളും ചേർന്ന് നടത്തിയപ്പോൾ 68% MSMEകൾ ലോകത്ത് പ്രതിസന്ധിയിലാണ്. തമിഴ്നാട്ടിൽ ഒറ്റ വർഷം 50,000 MSME പൂട്ടിപ്പോയി. കർണാടകയിൽ ഒറ്റ എസ്റ്റേറ്റിൽ 16,000 MSME പൂട്ടി. പക്ഷെ നമ്മൾ ഈ 42, ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ വർഷം 10% പൂട്ടും, 30% പൂട്ടും. കേരളത്തിൽ അത് 15-ലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 ലക്ഷം MSME തുടങ്ങിയാൽ തന്നെ 45,000 പൂട്ടിയാൽ നമ്മുടെ കണക്കിൻ്റെ അകത്ത് എത്തിയിട്ടുള്ളൂ. പക്ഷേ ഇത് 9 വർഷത്തെ കണക്ക് ഇവിടെ കൊടുത്തത് എന്താണെന്ന് പോലും പറയാതെ ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നിക്കൊടുത്തു. ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത കൊടുത്തു, അകത്ത് കൊടുത്തിട്ട് ലേഖൻ്റെ വിസ്തീകരണമുണ്ട്. വിസ്തീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല മുറുക്കാങ്കടയും പെട്ടിക്കടയൊക്കെ തുറന്ന MSMEയുടെ കൂട്ടത്തിൽ പെടുമെങ്കിൽ അത് അടയ്ക്കുമതിലും കൂട്ടിയ കുഴപ്പമുണ്ടോ? ഇത് മാത്രമുള്ള ന്യായീകരണം. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ പത്രക്കാരോടും പറഞ്ഞു, ഈ 9 വർഷത്തിൽ പെട്ടിക്കടയും മുറുക്കാങ്കടയും ഇതിനകത്ത് വന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഉദ്യമ രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ MSME തന്നെ കഴിഞ്ഞിട്ട് IME കാണും, ഇൻഫോർമൽ മൈക്രോ ഇൻഡസ്ട്രീസ് എൻ്റർപ്രൈസസ്. അതുൾപ്പെടെ വരുമ്പോൾ 2021 ശേഷം നമ്മൾ അതിന് മുൻപുള്ള കണക്ക് ഉൾപ്പെടെ ശ്രീ നെല്ലിക്കുന്നല്ലേ ചോദിച്ചത്. അതുകൊണ്ട് വളരെ വിശദമായി തന്നെ കൊടുത്തു. ആ കണക്ക് വയ്ക്കാതെ 1-ാം പേജിൽ ഇന്ത്യയിലാകെ കൊടുത്തു. ഇന്ന് കൊടുത്ത വിസ്തീർണമാണെങ്കിൽ ലോക്കലായിട്ട് കൊച്ചിയിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട്. അത് വളരെ ബോധപൂർവമായിട്ടുള്ള രീതിയാണെന്ന് ഇന്നലെ തന്നെ തുറന്നു കാണിച്ചു. എന്നാൽ മലയാള മാധ്യമങ്ങളൊന്നും ആ കാര്യം ആ രൂപത്തിലെല്ലാം എടുത്ത് വസ്തുതകൾ മനസ്സിലാക്കി തന്നെയാണ് അവർ നിലപാട് സ്വീകരിച്ചത്. ശ്രീമതി ശാന്തകുമാരി കെ. സർ, നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണല്ലോ നമ്മൾ ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കേരളം പങ്കെടുക്കുന്നത്. അത് കേരളത്തിൻ്റെ ഭാവിയിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. തുടർന്നാണ് കേരള ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റ് ഒക്കെ നടത്തി. കേരളത്തിൻ്റെ ഭാവി വികസന മുന്നേറ്റത്തിൽ ഏതെല്ലാം തരത്തിലുള്ള സംഭാവനകൾ ഈ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്, അത് ഏതൊക്കെയാണെന്ന് പറയാം. സാർ, വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിനെ കാണുന്നത് ലോകത്തിലുള്ള ഇൻവെസ്റ്റർമാരെല്ലാവരും കാണാൻ കഴിയുന്ന സിംഗിൾ പോയിന്റ് എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് 3.5 ദിവസം കൊണ്ട് നമ്മൾ 70 മീറ്റിങ്ങുകൾ നടത്തുകയുണ്ടായി. വെഫിൻ്റെ ഒരു പരിപാടി ഞാൻ പങ്കെടുത്തു. അതുകൂടാതെ നമ്മുടെ സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ഇൻഡസ്ട്രി സെക്രട്ടറി, KSIDC MD ഇത്രയും ആളുകളാണ് പങ്കെടുത്തത്. നമ്മൾ ഈ 1-to-1 മീറ്റിംഗ് നമ്മുടെ ചെറിയൊരിതായിരുന്നു. ഇപ്പോൾ ചിലർ പറയില്ല നിങ്ങൾ 10 കോടി ചെലവഴിച്ചു എന്നുള്ളത്. നമ്മൾ 7 കോടിയിലധികം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പവലിനാണ് കൊടുക്കുന്നത്. ആന്ധ്രാപ്രദേശ് 1 മാസമായിട്ട് അവിടെ ഒരു ടീമുണ്ട്. അവരൊരു ഹോട്ടലിന് 2 നില മുഴുവൻ എടുത്തേക്കാം. ഒരു കോൺഫറൻസ് കോൾ അവരാണ്. തമിഴ്നാട് അതേപോലെ തന്നെയാണ്. UP ഒരു ഹോട്ടൽ എടുത്തിരിക്കുന്നത്.
നമ്മൾ ഇതിനകത്ത് ചുരുങ്ങിയ ദിവസം ഇന്നുള്ളൂ, പക്ഷേ 70 മീറ്റിങ്ങുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. ബഹ്റിൻ മന്ത്രിതല സംഘം നമ്മുടെ ഈ ചെറിയ നമ്മുടെ പവലിയനിലേക്ക് വന്നു. അവരുമായിട്ട് ആശയവിനിമയം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇൻവെസ്റ്റ് സമ്മിറ്റിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഇൻവിറ്റേഷൻ പ്രകാരം വരികയുണ്ടായി. നമ്മളവിടെ പ്രധാനപ്പെട്ട ലോകോത്തര കമ്പനികളെല്ലാം കാണാൻ കഴിഞ്ഞു. വെഫിനകത്ത് പോയാലുള്ള സൗകര്യം നമുക്ക് എല്ലാവരെയും അവിടെ വെച്ച് തന്നെ ഇൻഫോർമലായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നല്ല ഒരു തുടക്കമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ഇൻവെസ്റ്റ് സമ്മിറ്റിലുണ്ടായി. ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്നിട്ടുള്ള വെഫിൻ്റെ പ്രതിനിധികളെയും നമ്മൾ ഈ സമ്മിറ്റിലേക്ക് വിളിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വിളിക്കുകയുണ്ടായി. അപ്പോൾ നല്ലൊരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ശ്രീ NK അക്ബർ. സർ, വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം ലഭ്യമായ സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്ന തുടർ പ്രവർത്തനങ്ങൾ വിശദമാക്കാമോ? സാർ, വെഫിൽ വന്നിരിക്കുന്നതിൽ നമ്മുടെ പദ്ധതിയാണ് ഇപ്പോൾ 13 മാധ്യമങ്ങൾ ഇത് കാര്യം വേണ്ടത്ര റിപ്പോർട്ട് ചെയ്തില്ല. അവർ 13 പുതിയ ക്ലസ്റ്ററുകളാണ് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്ലസ്റ്റർ കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലി ക്ലസ്റ്ററാണെന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. കേരളം ഈ ഗ്രീൻ എനർജിയിലേക്ക് പോകുന്നു. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലുള്ള ഗ്രീൻ ഹൈഡ്രജൻ വാലി ക്ലസ്റ്ററാണ്. അതിന് മുന്നോടിയായി 2 വർഷമായി നമ്മൾ ചർച്ചകൾ തുടങ്ങിയിട്ട് ബോംബെയിൽ ഏറ്റവും ഒടുവിൽ ചർച്ച നടന്നു. അതിൻ്റെ കൂടി കൾമിനേഷനായിട്ടാണ് വെഫിൽ വെച്ച് തന്നെ ഒഫീഷ്യൽ ഡിക്ലറേഷനിൽ കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഒരു കമ്പനി ഇപ്പോൾ തന്നെ നോൺ പ്രോഫിറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തുടർ നടപടികളുമായിട്ട് പവർ മിനിസ്ട്രി കൂടുതൽ ഇടപെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപനമുണ്ട്. വളരെ നല്ല രീതിയിൽ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ശ്രീ TV ഇബ്രാഹിം. സർ, ഈ സംസ്ഥാനത്തെ സംരംഭങ്ങൾ ആരംഭിച്ചപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡികൾ അത് കുറേ കാലത്തെ അരിയറായി കിടക്കുകയാണ്. ഈ അരിയറൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് സർ എൻ്റെ ചോദ്യം. പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും എൻ്റർപ്രൈസസും വന്നതോടുകൂടി നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷൻ അപ്പുറത്തേക്ക് നമുക്ക് എക്സ്പെൻഡിച്ചറായി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഫിനാൻസിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ബഡ്ജറ്റിനേക്കാൾ അപ്പുറത്ത് കൂടുതൽ ഇൻഡസ്ട്രീസ് വന്നുകൊണ്ട് കുറേ കൂടി സഹായം വേണമെന്ന കാര്യത്തിൽ അതിൽ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ ഫിനാൻസ് വളരെ ഉദാരമായ സമീപനമാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാന അംഗം ചൂണ്ടിക്കാണിച്ച ആശങ്കയ്ക്ക് പരമാവധി വേഗതയിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ശ്രീ വി ജോയ്. സർ, നമ്മുടെ സംസ്ഥാനം നിക്ഷേപ സൗഹൃദമായി മാറുകയാണ്. ഇവിടെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ദുഷ്പ്രചരണം നടക്കുന്നുണ്ട്. വ്യവസായം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് എത്ര സമയം കൊണ്ട് ഒരു പുതിയ വ്യവസായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്? യെസ് മിനിസ്റ്റർ. സർ, ഇപ്പം ഞാനിത് 2 മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിലർ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണോ? യഥാർത്ഥത്തിൽ ഈ സഭയ്ക്കാകെ അവകാശപ്പെട്ട നേട്ടമാണ്. കാരണം ഈ നിയമസഭയാണ് പാസ്സാക്കിയത്. 3.5 വർഷം 2 മിനിറ്റും വേണ്ട, ഒരു ലൈസൻസും ഇല്ലാതെ 3 വർഷമായിരുന്നു. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലായ ലൈസൻസ് എടുത്താൽ മതി എന്നായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് നിയമസഭ പാസ്സാക്കിയത്. ഈ നിയമസഭ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പാസ്സാക്കിയ നിയമമാണ്. 3.5 വർഷം വരെ റെഡ് കാറ്റഗറി പെടാത്ത 50 കോടിക്ക് താഴെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഏത് സ്ഥാപനവും ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കാം. 3.5 വർഷത്തിനുള്ളിൽ ഈ ലൈസൻസുകൾ നേടിയാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ക്രെഡിറ്റാണ്. അതുകൊണ്ട് 2 മിനിറ്റ് എന്നുള്ളതിൽ നമ്മൾ അത്ഭുതം, ഞങ്ങൾ അന്ന് കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് വന്നത് എന്ന് നമ്മൾ ഒന്നിച്ച് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വരും. ആ മാറ്റം വന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ശ്രീ PS സുബാൽ. സാർ, കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമം ഒരു വൻ വിജയമായിരുന്നു. സാർ, ഏതെല്ലാം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്? നയതന്ത്ര പ്രതിനിധികൾ, അതുപോലെ തന്നെ ലോകത്തെ മുൻനിര കമ്പനികളടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ? അടുത്ത വർഷം കൂടുതൽ വിപുലമായി എങ്ങനെയാണ് ഗവൺമെൻറ് ഇത് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? 26 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ, അംബാസഡർമാർ, കോൺസുലേറ്റ് ജനറൽമാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. ലോകോത്തര കമ്പനികളുടെ പ്രതിനിധികളും വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ കമ്പനികൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ കുറേ കാലമായി നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കമ്പനികളുടെ പ്രതിനിധികളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ അടുത്തിടെ നടന്ന ഏറ്റവും ബെസ്റ്റ് സബ്മിറ്റായി മാറാൻ നമുക്ക് കഴിഞ്ഞത് ഉള്ളടക്കം കൊണ്ടും തയ്യാറെടുപ്പും കൊണ്ടാണ്. അവിടെയുള്ള എല്ലാ പാനൽ ഡിസ്കഷനുകളും വളരെ സമ്പന്നമായിരുന്നു. ലോകോത്തര വിദഗ്ധന്മാർ ഓരോ മേഖലയ്ക്കകത്തും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നടത്തുന്നതിനെ കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നത് എങ്ങനെ പ്രായോഗികമായി കൺവെർഷൻ റേറ്റ്, ഇന്ത്യയിലാകെ ഒരു 10-15% കൺവെർഷൻ റേറ്റ് ഉള്ളൂ. പരമാവധി കൺവെർഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു യജ്ഞമായിരിക്കും, ഒരു മിഷൻ പോലെ ആണ് പ്രവർത്തിക്കുക. അത് എല്ലാവരും ചേർന്നിട്ടാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ എല്ലാവരും യോഗം വിളിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്നുണ്ട്. നിയമസഭാ സാമാജികരും അവരവരുടെ മണ്ഡലങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി വരുന്ന പദ്ധതികൾ കൃത്യസമയത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങളുടെ ഒരു മേൽനോട്ടവും മുൻകൈയും ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ.
സർ, ഈയിടെ എറണാകുളത്ത് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ഏതൊക്കെ കമ്പനികൾ എത്ര കോടി രൂപ കേരളത്തിൽ നിക്ഷേപിക്കുന്നത് തയ്യാറായി എന്ന് വിശദമാക്കാമോ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ നിക്ഷേപങ്ങൾ വന്നിട്ടുണ്ടോ? സാർ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഡാഷ്ബോർഡിൽ അടുത്ത ദിവസം കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ 1,75,000 കോടി രൂപയോളമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. അത് നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഫിൽട്ടർ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പേര് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ ചില അഭിപ്രായം ചിലർ പറയുന്നുണ്ട്, പല സ്റ്റേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളിവിടെ ഒരു EV കമ്പനി, വളരെ പ്രധാനപ്പെട്ട ലോകോത്തര കമ്പനിയായിട്ട് ചർച്ച ചെയ്ത് അവസാന റൗണ്ട് എത്തിയതാണ്. പക്ഷേ അത് 10% ലീസ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എത്തിക്കൊണ്ട് വെക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ₹1 കംപ്ലീറ്റ് സ്ഥലം കൊടുത്ത് വേറെ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ ഈ ഭീതി ഉണ്ടെങ്കിലും നമ്മുടെ നാടായതുകൊണ്ട് ഈ പേരില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ അവൻ ഡാഷ്ബോർഡിൽ പ്രസിദ്ധപ്പെടുത്താമെന്ന് തന്നെയാണ് കാണുന്നത്. വിഴിഞ്ഞം വലിയ പൊട്ടൻഷ്യലാണ് സാർ. ഇന്നലെ ഇവിടെ ബഹുമാനായ തുറമുഖ വകുപ്പ് മന്ത്രിയുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത പോർട്ടായി ഇപ്പം തന്നെ ഇന്നലെ തന്നെ വിഴിഞ്ഞം മാറി എന്നുള്ളത് എല്ലാവർക്കും അഭിമാനകരമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഗേറ്റ് വേ ആണ്. അതിനാവശ്യമായിട്ടുള്ള മാനുഫാക്ചറിംഗ് സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, അതിൻ്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. വിവിധ ഗ്രൂപ്പുകൾ, ഷറഫ് ഗ്രൂപ്പ്, അദാനി ഗ്രൂപ്പ്, ഇവരെല്ലാം തന്നെ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞത്തുള്ള സാധ്യതകൾ, ഒരു മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരിക, അത് അസംബിൾ ചെയ്യുക, പ്രൊഡക്റ്റായിട്ട് കയറ്റുമതി ചെയ്യുക. ആ ക്ലസ്റ്റർ സിംഗപ്പൂർ മോഡൽ, അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു ഭാഗം. അത്തരം വലിയ നിക്ഷേപ സാധ്യതകൾ വിഴിഞ്ഞം തുറന്നു വരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല. സർ, വേൾഡ് എക്കണോമിക് ഫോറത്തിൽ രാജീവ് പോയത് നന്നായി. കാരണം പണ്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന് ബദലായി MA ബേബിയും യെച്ചൂരിയും ഒക്കെ ബോംബെയിൽ പാരലൽ സമ്മേളനം നടത്തിയത് ഞാൻ ഓർക്കുകയായിരുന്നു. സാർ, എൻ്റെ ചോദ്യം, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകുന്നതിന് ഇവിടെ ആരും എതിരല്ല, നമ്മളെല്ലാവരും അക്കാര്യത്തിൽ ഒന്നിച്ചാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലം, ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് അക്സെൻറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി, ഇത് നിക്ഷേപ സംഗമം EP ജയരാജൻ മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് നടത്തുകയുണ്ടായി. അതിലെത്ര വ്യവസായ സ്ഥാപനങ്ങൾ വന്നു എന്നൊന്ന് വ്യക്തമാക്കും. അത് പ്രത്യേകം ചോദിക്കേണ്ടതാണ്. ഒരു കാര്യം, ഞാൻ ഈ പത്രക്കാർ ഇപ്പോൾ ജിമ്മിൽ എത്ര വന്നു, എമർജിംഗ് കെയറിൽ എത്ര വന്നു, അസെൻറ്റിൽ എത്ര വന്നു എന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു കണക്കെടുപ്പും അതിൻ്റെ ഇത് എടുക്കലല്ല ഇനി നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളുക. ഇപ്പോൾ ബഹുമാനായ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട്, അവർ നടത്തിയതുണ്ട്, ഞങ്ങൾ നടത്തിയതുണ്ട്. എന്തുകൊണ്ട് നമുക്കത് കൺവേർഷനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല? എന്തായിരുന്നു തടസ്സങ്ങൾ? അത് മാറ്റിയിട്ട്, അത് ഞാൻ പറഞ്ഞു, 3 വർഷം എടുത്ത പ്രിപ്പറേഷൻ ഇതെല്ലാം പഠിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് അധികം പോകാതെ നാളെ മുതൽ നമുക്ക് ഒന്നിച്ച് ഇപ്പോൾ വന്നത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, അതിൽ ഒന്നിച്ചും ഇന്ന് പോകാം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ P. നന്ദകുമാർ. സംരംഭകർഷ പദ്ധതിക്ക് ദേശീയ അന്തർദേശീയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ടോ? ഇത് വ്യക്തമാക്കണോ? സാർ, അത് നമ്മുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ്, അത് പ്രധാനമന്ത്രിയുടെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസിൻ്റെ MSME എന്ന അംഗീകാരം ലഭിക്കേണ്ട സഭയിൽ തന്നെ പറഞ്ഞതാണ്. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ 87 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പബ്ലിക് ഇനീഷ്യേറ്റീവിന് നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന റെക്കഗ്നേഷൻ നൽകി. 28 മുതൽ 1-ാം തീയതി വരെ 152 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വാഷിംഗ്ടണിൽ നടക്കുന്ന ആ സമ്മേളനത്തിലേക്ക് പേപ്പർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രി എന്ന നിലയിൽ എനിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും KSIDC ഡയറക്ടർക്കും ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അഭിമാനപൂർവ്വം, നാടിനാകെ കിട്ടുന്ന അംഗീകാരമാണ്, അഭിമാനപൂർവ്വം ഈ സഭയെ അറിയിക്കുക. ശ്രീ അനൂപ് ജേക്കബ്. സാർ, അങ്ങ് നേരത്തെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, 3 വർഷം റെഡ് കാറ്റഗറി ഒഴിച്ചുള്ള സ്ഥാപനങ്ങൾക്ക് 3 വർഷത്തിനുള്ളിൽ ലൈസൻസ് പ്രൊക്യൂർ ചെയ്താൽ മതി എന്ന് 3.5 വർഷം എന്നൊരു നിയമം ഇവിടെ ഉണ്ട്. സാർ, ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ മിനിസ്റ്റർ ശ്രദ്ധയിലുള്ള കാര്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ടാർ മിക്സിംഗ് പ്ലാന്റുകൾ, ഒപ്പം തന്നെ പ്ലൈവുഡ് ഫാക്ടറികൾ, സമാനമായ സ്ഥാപനങ്ങൾ ഈ നിലയിൽ ആരംഭം കുറിക്കുകയാണ്. കൂണുപോലെ പൊട്ടിമുളയ്ക്കുകയാണ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ, ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലടക്കം. ഇത് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു നടപടി ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതിനെ സംബന്ധിച്ച് സർക്കാരിന് പരാതികൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഒരു സ്ട്രീം ലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഗവൺമെൻറ്? നമ്മളിപ്പോൾ കൂണുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട് എന്നറിയുന്നത് വേറെ സന്തോഷകരമാണ്. എന്നാൽ അത് നിയന്ത്രിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാട് ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിത് ഫെസിലിറ്റേറ്റ് ചെയ്യണം. എന്നാൽ ഈ കാറ്റഗറി തീരുമാനിക്കുന്ന വ്യവസായ വകുപ്പല്ല. ഇപ്പോൾ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് റെഡ് കാറ്റഗറി തീരുമാനിക്കുന്നത്, ഓറഞ്ച്, ഗ്രീൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ റെഡ് കാറ്റഗറി പെട്ടതെല്ലാം ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കാത്തത്. ബാക്കിയെല്ലാം പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കലാണ്. അങ്ങ് പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് തന്നെ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നത്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. റെഡ് കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കൊടുക്കില്ല. റെഡ് കാറ്റഗറി അല്ലെങ്കിൽ നിയമാനുസൃതം നമ്മളെല്ലാം പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കും. ശ്രീ P. K. കുഞ്ഞാലിക്കുട്ടി.
സാറേ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പറഞ്ഞപ്പോൾ കഴിഞ്ഞതൊന്നും നമ്മൾ ഇനിയിപ്പോൾ അധികം ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞു നല്ല തന്നെ. പക്ഷേ ബൈ ദിസ് ടൈം വന്ന നമ്മളെ വമ്പിച്ച ഒരു ലോസ് ഉണ്ട്. അത് വിലയിരുത്തിയിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വന്ന ഒരു പോളിസി ചേഞ്ച് ഇപ്പോഴാണ് വന്നത്. എമർജിങ് കേരളയിൽ വന്നപ്പോൾ ഈ പബ്ലിക് സെക്ടർ അന്ന് റീസ്ട്രക്ചർ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ശോഷണം വരില്ലായിരുന്നു. സർ, എഡ്യൂക്കേഷന് വലിയ ചിലവാണ് ധനകാര്യമന്ത്രി ഇന്ന് രാവിലെ അവിടെ പറഞ്ഞു. ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് എഡ്യൂക്കേഷൻ ഇത്രയധികം ചിലവഴിക്കേണ്ട കാര്യമില്ല, പ്രൈവറ്റ് സെക്ടർ നോക്കിക്കോളും. ഇപ്പോൾ ഇന്നലെ വന്നത് യൂണിവേഴ്സിറ്റി ബില്ലാണ്. ഇതൊക്കെ കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു എന്നുള്ളത് അങ്ങ് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? വൈകി ഉദിച്ച വിവേകം, ബുദ്ധി, അതുകൊണ്ട് സംസ്ഥാനം വലിയ കടക്കണിയിലായി. ഇപ്പോഴാണ് നമ്മൾ എല്ലാം ആലോചിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അത് വേണ്ടേ? ഇനിയെങ്കിലും അബദ്ധം പറ്റാതിരിക്കാൻ. ഈ ചരിത്രം പറയാതിരിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐക്യത്തിന്റെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താവുന്ന ചരിത്ര വസ്തുക്കൾ തികഞ്ഞു വരേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങ് അവിടെയും പറയുകയുണ്ടായി, നിങ്ങളാരും പങ്കെടുത്തിരുന്നില്ല, ഞങ്ങൾ പങ്കെടുക്കുന്നു. വാ സഖാവേ ജിം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ കുഞ്ഞാലിക്കുട്ടി ക്ഷണിക്കുന്നു. അങ്ങ് ക്ഷണിച്ചതാണ്. അങ്ങ് അവിടെയും പറഞ്ഞു നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞാൻ പക്ഷെ ഒന്നും അവിടെ പറഞ്ഞില്ല. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചേക്കല്ലേ. അതോടൊപ്പം തന്നെ അന്നത്തെ ചില യുവ MLA-മാരുടെ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. റവന്യൂ മന്ത്രി അങ്ങേക്ക് തന്നെ അറിയാലോ അന്ന് വന്നപ്പോൾ എന്തൊക്കെയാണ്. നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടായിരുന്നില്ല, അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അന്നത്തെ റവന്യൂ മന്ത്രി തലേ ദിവസം എന്താ പറഞ്ഞെന്നുള്ളത് അങ്ങേക്ക് അറിയാലോ. 5 MLA-മാർ, യുവ MLA-മാർ ഈ സഭയിൽ തന്നെയുള്ള ആൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരെന്താ പറഞ്ഞിരുന്നതെന്നുള്ളത് ആ ബ്ലോഗിൽ എഴുതിയത് അറിയാലോ. അപ്പോൾ ഞാനിത് പറയാതിരിക്കുമ്പോൾ ഇപ്പം നമ്മളിത് പറയേണ്ട കാര്യമില്ല. അന്ന് നിങ്ങൾക്കിടയിലും തർക്കമുണ്ടായി. VS-ന്റെ പ്രസംഗവും വളരെ കൃത്യമായിട്ടുണ്ട്. ഞാനതിപ്പോൾ ഇവിടെ വായിക്കുന്നില്ല, ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, I want to set aside all apprehension regarding the position of the opposition and make it clear in no uncertain terms that the Left Democratic Front led by the CPIM is fully committed to promoting all genuine proposals of investment. I am happy to let you know that there is consensus among political parties of the state and the state of Kerala needs more investment for stepping up the tempo of development, even to sustaining the past gains of our celebrated Kerala model of development. I am glad, therefore, to assure you that there would be continuity of state policy in Kerala in promoting genuine investment proposals. ഇത് VS-ന്റെ പ്രസംഗമാണ്, അന്നത്തെ പ്രസംഗമാണ്. പക്ഷേ നമുക്ക് അന്നത്തെ പല സാഹചര്യ പ്രസംഗം കഴിഞ്ഞു, നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി, പല പ്രശ്നങ്ങളുണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇതൊരു ഇൻവെസ്റ്റ് സമ്മിറ്റായി കാണണ്ട, ഒരു പ്രചാരണ സന്ദർഭമായി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ആ ചരിത്രത്തിലേക്ക് അധികം പോകാതിരിക്കുന്നത് നമുക്ക് ഒരു വസ്തുത സമ്മതിച്ചാൽ മതി. അല്ല, നമ്മൾ എല്ലാ കാലത്തും എല്ലാവരും ഇന്നലകളും ഇന്ന സ്ഥലത്ത് തന്നെ നിൽക്കില്ലല്ലോ. മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം, അന്നത്തെ കാലഘട്ടത്തിലും പ്രതിപക്ഷം വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് അങ്ങ് സംഘടിപ്പിച്ച വേദിയിൽ വന്നു തന്നെ പ്രതിപക്ഷത്തിന്റെ എല്ലാതും നൽകിയിരുന്നു. ഇനി വഴി അടച്ചും തുറന്നും VS അന്നത്തേത്. ഇനി സാർ, ഞാനിതൊരു ചരിത്രതായി അങ്ങ് അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഞാനത് പറയാൻ ഉദ്ദേശിച്ചതല്ല. ഇനി അന്നത്തെ MLA-മാരുടേത് 4 പേരുടെ, റവന്യൂ മന്ത്രിയുടെ, പിന്നെ അന്നത്തെ ക്യാബിനറ്റിനകത്ത് ഇത് ക്യാബിനറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്തത്. ഞാൻ പറയുന്നത് വ്യവസായ വകുപ്പിൻ്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭയിൽ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളുടെ വകുപ്പിൻ്റെ മാത്രം നേട്ടമല്ല. ഇപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം റവന്യൂ കൂടി ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ്, ഫിനാൻസ്, കൃഷി വകുപ്പ്, എല്ലാ വകുപ്പും ചേർന്നിട്ടുള്ള പ്രവർത്തനം കൊണ്ട് കഴിയുള്ളൂ. അതുകൊണ്ട് അതിന് എല്ലാവരും ചേർന്ന് പോവുക. ചരിത്രത്തിലേക്ക് നമ്മളിനി പോകാതെ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കാതെ ഇപ്പോൾ വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാക്കാൻ പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവും അവിടെ വന്ന് ആ പിന്തുണ നൽകിയതിന് ഈ സഭയിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സാറേ, ഈ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയപ്പോൾ, ജിം നടത്തിയപ്പോൾ ചില വിമർശനങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. ആ വിമർശനങ്ങൾ പറഞ്ഞത് ഈ വരുന്ന പ്രപ്പോസൽസ് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ വെച്ച് അത് പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം പാർട്ടിക്കകത്ത് നിന്ന് ഞാനടക്കമുള്ള അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള അന്നത്തെ MLA-മാർ ഞങ്ങൾ ആ നിർദ്ദേശം വെച്ചു. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തത് ചീഫ് സെക്രട്ടറിയെ, വ്യവസായ വകുപ്പ് മന്ത്രിയോടുകൂടി ആലോചിച്ച് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വരുന്ന പ്രപ്പോസൽസ് പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ പരിശോധനയുടെ ഭാഗമായിട്ട് 24 പ്രപ്പോസൽസ് വേണ്ട എന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തു. അത് ഞങ്ങളൊക്കെ ആരോഗ്യകരമായ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നടത്തുന്ന ആളുകളാണ്.
ഗവൺമെൻറ്റിൻ്റെ അകത്ത് നടത്തുന്ന ആളുകളാണ്. ആ വിമർശനം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ വ്യവസായ മന്ത്രിയും ആ നടപടി സ്വീകരിച്ച് ചെയ്തത്. ഇപ്പോൾ ആ സ്ക്രീനിങ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞത് 500 കോടി രൂപയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നവർ. അപ്പോൾ എഴുതി കൊടുത്തു ആളുകൾ 500 ഫോട്ടോ എടുക്കാൻ വേണ്ടി, ചിലർ 500 എല്ലാം ഫേക്കാണെന്നല്ല ഞാൻ പറയുന്നത്, എഴുതി കൊടുത്തു. അതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിങ് ഉണ്ടാകണം എന്നാണ് അന്നത്തെ കാര്യം ആവശ്യപ്പെട്ടതെന്ന് അങ്ങേക്ക് അറിയാലോ. അതിലൊരു ചെറിയ പ്രശ്നമുള്ളത് അങ്ങ് പറഞ്ഞ ഒരു ഭാഗം വളരെ കറക്റ്റാണ്. പാർട്ടിക്കകത്തും ഗവൺമെൻറ്റിനകത്തും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു. പക്ഷെ അങ്ങ് ചെയ്തത്, അങ്ങ് ഗ്രീൻ തോട്ട്സ് കേരള എന്നൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ആ ബ്ലോഗിലാണ് VD സതീശൻ, TN പ്രതാപൻ, MV ശ്രേയംസ്കുമാർ, VT ബൽറാം, KM ഷാജി, കൈബീഡൻ ഇവരെഴുതിയത്. അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം പാർട്ടിക്കകത്തല്ല, പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സ് വരാൻ നിൽക്കുമ്പോൾ ഭരണകക്ഷിക്കകത്ത് തന്നെ തർക്കമുണ്ട് എന്ന് പ്രതീതി സൃഷ്ടിക്കപ്പെട്ടാൽ ഇൻവെസ്റ്റർമാർക്ക് താല്പര്യം, നിങ്ങൾ അകത്ത് ചർച്ച ചെയ്യാൻ പോസിറ്റീവാണ്. അങ്ങ് എടുത്ത നിലപാട് പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്താണെങ്കിൽ ആ നിലപാട് സ്വാഗതാർഹമാണ്. പക്ഷെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഇൻവെസ്റ്റർമാർ ചിലപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ കമ്മിറ്റി വിവാദം പാടില്ല എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു ഭാഗം, നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് സമാപന ചടങ്ങിലുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ഈ 48 നമ്മുടെ പ്രിപ്പറേറ്ററി മീറ്റിംഗിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലുകളാണ് നല്ലൊരു ഭാഗവും. ബാക്കിയോട് വന്നത് നമ്മൾ ഒരു സംവിധാനം വഴി പരിശോധിക്കുന്നുണ്ട്. ഇത് കൂടാതെ ചീഫ് സെക്രട്ടറി നിലവിലുള്ള കമ്മിറ്റിയെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ വിശദമായി പദ്ധതി പൂർണ്ണമായും ചർച്ച ചെയ്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാം അനുഭവം നോക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അങ്ങൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങളുടെ അനുഭവം എല്ലാം നോക്കിയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്തു. അന്നത്തെ മന്ത്രി, ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള മന്ത്രിയുടെ ഇതുണ്ടായിരുന്നു, ആ മന്ത്രി എന്നാ പറഞ്ഞിട്ടുണ്ട് ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതല്ല ക്യാബിനറ്റ് ചർച്ച, ഇത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോൾ അത് ചെയ്യുന്നതിരിക്കുമ്പോഴും അതിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടു, അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി. ഇപ്പോൾ നമ്മളും നിങ്ങളും ഒന്നിച്ചു പോകുന്നു, നല്ല അന്തരീക്ഷമുണ്ട്. ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവി തലമുറയോട് നമുക്ക് നീതി കൊടുത്താൽ കഴിയും. ചോദ്യം നമ്പർ 183 ശ്രീ DK മുരളി, തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ട്രയൽ ഓപ്പറേഷൻ 11 ജൂലൈ 2024 തുടങ്ങുകയുണ്ടായി. പോർട്ടിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ 3 ഡിസംബർ 2024 മുതൽ ആരംഭിക്കുകയും ചെയ്തു. പോർട്ടിൽ നിന്നും പുറത്തേക്കും അകത്തേക്കുമുള്ള ചരക്ക് നീക്കത്തിനായി റോഡ്, റെയിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതും പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നു. തുറമുഖത്തെ ചരക്ക് നീക്കം സുഗമമായി നടക്കുന്നതിന് പ്രത്യേക പഠനങ്ങളും വിലയിരുത്തലുകളും നടത്തിയാണ് പദ്ധതിക്ക് ആവശ്യമായ റോഡ്, റെയിൽ കണക്ടിവിറ്റി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പോർട്ടിൽ നിന്നും NH66 ബന്ധിക്കുന്ന 1.7 കിലോമീറ്റർ പോർട്ട് റോഡിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പോർട്ട് റോഡ് NH66 ഇൻ്റർസെക്ഷൻ സ്കീം NHAയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദക്ഷിണ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയുടെ സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിച്ചു വരുന്നു. ദക്ഷിണ റെയിൽവേയുടെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10.7 കിലോമീറ്റർ റെയിൽപാതയിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത മൂലം 9.43 കിലോമീറ്റർ തുരങ്കപാതയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഏറ്റവും അടുത്തുള്ള ദക്ഷിണ റെയിൽവേയുടെ ടേബിൾ ചെയ്തോ? ഓക്കെ, താങ്ക് യു. ശ്രീ DK മുരളി. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിൽ 1ഉം 2ഉം പിണറായി ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ ഭാവി ചരിത്രത്തിൽ തിളക്കമാർന്ന ഒരു അധ്യായം എഴുതി ചേർക്കും എന്നുള്ളതിന് സംശയമില്ല. എൻ്റെ ചോദ്യം, അന്താരാഷ്ട്ര തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? തുറമുഖത്തിൽ നാളിതുവരെയുള്ള പ്രവർത്തനം വിലയിരുത്തിയിട്ടുണ്ടോ? ഇത് രണ്ടും വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. ട്രയൽ റൺ ഏതാണ്ട് ജൂലൈയിൽ ആരംഭിച്ച് ഡിസംബർ 3 വരെ, അതിനുശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ തുടങ്ങി. ഇതിനോടകം 193 ഷിപ്പ് വന്നിരിക്കുന്നു. ഏതാണ്ട് 3.83 ലക്ഷം TU കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഫസ്റ്റ് ഫേസ് വിജയത്തിലെത്തി. തുറമുഖത്തിൻ്റെ തുടർ വികസനത്തിന് എന്തെല്ലാം നടപടികളാണ് കൈക്കൊള്ളുന്നത്? 2, 3, 4 ഘട്ടം നമ്മൾ എഗ്രിമെൻ്റ് വെച്ച് 2028 പൂർത്തീകരിക്കും. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശ്രീ K. ആൻസ്ലാൻ. സാർ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇന്നലെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഒരു കുറിപ്പ് കണ്ടു. ഏകദേശം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് 9 കോടി രൂപ ഇവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു. ഇതിൻ്റെ ചോദ്യം, 1ാം ഘട്ട പരിസ്ഥിതിക്ക് അനുമതി നൽകിയപ്പോൾ
നിഷ്കർഷിച്ചിരുന്ന പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയായോ? ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകും. മിനിസ്റ്റർ. ഇത് സംബന്ധിച്ച് പൂനെയിലെ CWPRസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി സംഘടനകളും അവിടുത്തെ ബന്ധപ്പെട്ട സംഘടനകളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമീപകാല ഭാവിയിൽ 18 മാസം കൊണ്ട് തീർക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ശ്രീ CK ഹരീന്ദ്രൻ. സാർ, അത്ഭുതകരവും അസൂയാവഹവുമായിട്ടുള്ള ഒരു പുരോഗതിയാണ്, വളർച്ചയാണ് കേരളത്തിൽ ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വികസന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കാമോ? അതോടൊപ്പം റെയിൽ കണക്ടിവിറ്റിയുടെ 2024 കണക്കനുസരിച്ച് മൊത്തം ചെലവ് എത്രയാണ്? ഏതൊക്കെ വില്ലേജുകളിലാണ് ആ പ്രവർത്തനം നടക്കുന്നത്, സ്ഥലം ഏറ്റെടുക്കൽ പ്രവർത്തനം നടക്കുന്നത് എന്നുകൂടെ വ്യക്തമാക്കാം. മിനിസ്റ്റർ. ഇത് സംബന്ധിച്ച് റെയിൽവേ കണക്ടിവിറ്റി 10.7 കിലോമീറ്ററാണ്. അതിൽ 9.42 കിലോമീറ്റർ തുരങ്കപാതയാണ്. അതിൽ പ്രധാനമായും ബാലരാമപുരം, പള്ളിച്ചിലും അതൊക്കെയുള്ള വില്ലേജുകളിലാണ് ഭൂമി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും മറ്റ് സാമൂഹികാഘാത പഠന റിപ്പോർട്ടും വന്നു. അത് കേന്ദ്രത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. 2028 കൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ശ്രീ IB സതീഷ്. റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടി ഏതെല്ലാം വില്ലേജിൽ നിന്ന് എത്ര ഭൂമിയാണ് വേണ്ടി വരുന്നതെന്ന് പറയാമോ? ഇവിടെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു 3 വില്ലേജുകളുടെ കാര്യം. അതിൽ ബാലരാമപുരവും അതുപോലെ തന്നെ പള്ളിച്ചലും 11 3 വില്ലേജിൻ്റെ ഇതിനോടകം തന്നെ 4.53 ഹെക്ടർ എടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ശ്രീ മുഹമ്മദ് മോഹസിൻ. സർ, വിഴിഞ്ഞം വളരെ മികച്ച രീതിയിൽ പറഞ്ഞ സമയത്തേക്കാൾ മുമ്പ് പൂർത്തീകരിച്ചുകൊണ്ട് അത് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ അത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, അതിന് അടുത്ത് തന്നെ ലോജിസ്റ്റിക് പാർക്കുകൾ, അതോടൊപ്പം തന്നെ മറ്റു വ്യവസായ പാർക്കുകൾ, എക്സ്പോർട്ട് സാധ്യതയും അതുപോലെ ഇമ്പോർട്ട് സാധ്യതയുമുള്ള വ്യവസായ പാർക്കുകളും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം കൂടി ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ? അതിനെ സംബന്ധിച്ച് ആലോചനകൾ നടന്നു. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ വ്യവസായ വകുപ്പോട് മുൻകൈ എടുത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ച് ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രൂപവും ഭാവവും നൽകി നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശ്രീ സജീവ് ജോസഫ്. സർ, 1907 ബ്രിട്ടീഷുകാർ വിഭാവനം ചെയ്ത തലശ്ശേരി മൈസൂർ റെയിൽവേ പാത എന്ന സ്വപ്ന പദ്ധതി ഇപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. സർ, കേരളത്തിനാകെ ഗുണം ചെയ്യുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാരിൽ കടുത്ത സമ്മർദ്ദം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സർ, ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളും ഇപ്പോഴത്തെ സ്ഥിതിയും പറയേണ്ടത്. ചോദ്യവുമായി ബന്ധമില്ലാത്തതാണ്. ശ്രീ AC മൊയ്തീൻ. ഞെക്കിയാണെന്നുണ്ട് ഇവിടെ. ഓക്കെ. ശ്രീ P അബ്ദുൽ ഹമീദ്. ബട്ടൺ അറിയാതെ അമർന്നു പോയതാണ്. തദ്ദേശീയരായ യുവതി യുവാക്കൾക്ക് തുറമുഖവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പരിശീലനം നേടുവാൻ നൈപുണ്യ പരിശീലന കേന്ദ്രം വിഴിഞ്ഞത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? അത്തരം കേന്ദ്രങ്ങളിൽ തുറമുഖത്തിനാവശ്യമായ വിവിധ തൊഴിൽ മേഖലയിലേക്കുള്ള കോഴ്സുകളും പരിശീലനവും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിനോടകം തന്നെ അസാബ് സെൻറ്റർ ആരംഭിച്ചു കഴിഞ്ഞ് പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശീലനം സിദ്ധിച്ചു വരുന്നവരെ അവിടെ അപ്പോയിന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചോദ്യം നമ്പർ 184 ശ്രീ CR മഹേഷ്, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാർ, കേരള സർക്കാരിൻ്റെ ഈ അത് പിന്നെ നമ്പർ മൊത്തം സംരംഭങ്ങൾ ഉദ്യം രജിസ്ട്രേഷനിൽ പരിഗണിക്കുന്ന MSMEകളുടെ പട്ടികയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി. ഈ നയമാറ്റം റീറ്റെയിൽ മൊത്ത വ്യാപാരികൾക്ക് ബാങ്കിൽ നിന്നുള്ള മുൻഗണനാ മേഖലയിലെ വായ്പാനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സേവനങ്ങളിലേക്ക് മികച്ച പ്രവേശനം നൽകി റീറ്റെയിൽ മൊത്ത സംരംഭങ്ങളെ MSMEകളെ രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. B, കേന്ദ്ര സർക്കാരിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയമാണ് ഉദ്യം പോർട്ടൽ ചർച്ച ചെയ്യുന്നത്. C, പ്രസ്തുത കേരളത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ടോ? സാർ, 2021 ഉദ്യം രജിസ്ട്രേഷൻ നേടിയ സംരംഭങ്ങളുടെ എണ്ണം 78,748 മൈക്രോ, 5,770 സ്മോൾ, 625 മീഡിയം ഉൾപ്പെടെ ആകെ 85,143. എന്നാൽ നിലവിൽ 7,99,715 മൈക്രോ, 1,93,005 സ്മോൾ, 1,470 മീഡിയം, 6,32,403 IMES ഉൾപ്പെടെ ഉദ്യം സപ്പോർട്ട് രജിസ്ട്രേഷനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ഗവൺമെൻറ് പോർട്ടലിൽ 14,52,932 സംരംഭങ്ങൾ രജിസ്ട്രേഷൻ നേടിയിട്ടുണ്ട്. അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഈ 2020 ശേഷം ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അത് സപ്പോർട്ടഡ് രണ്ടും കൂടിയുള്ള ഒരു സൈറ്റിൽ ടോട്ടൽ MSME 13,67,789 പുതിയ രജിസ്ട്രേഷൻ 2021 ശേഷം കേരളത്തിലുണ്ടായി. അതിൽ IME ഇൻഫോർമൽ
മീഡിയ ഇൻഡസ്ട്രീസ് എൻ്റർപ്രൈസസ് എന്നുള്ള ആ ഭാഗം വേണമെങ്കിൽ ഒഴിവാക്കിയാൽ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ പ്രകാരം 7,35,356 സംരംഭങ്ങളുടെ വർധനവ് കണക്കിനകത്ത് വെബ്സൈറ്റിൽ കാണാൻ കഴിയും. ശ്രീ CR മഹേഷ്. സർ, സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് വൻ സാധ്യതകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ജലഗതാഗതം, ചരക്ക് നീക്കം, ഉല്ലാസയാത്രകൾ, സമുദ്ര ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, കയറ്റുമതി, വിപണനം എന്നിവയിലെല്ലാം വൻ നിക്ഷേപ സാധ്യതകളാണ് കേരളത്തിലുള്ളത്. സർ, ഈ കഴിഞ്ഞ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഈ മേഖലയിൽ ഏതെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാം. സർ, അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കേരളത്തിൻ്റെ സാധ്യതയുള്ള മേഖലകളിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കരാറുകളിലൊന്നും വന്നിട്ടില്ല. EOI ആണ്, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അവരുടെ താല്പര്യപത്രമാണ്. അതിൽ ഈ മേഖലയിൽ നിന്നുള്ള സംരംഭങ്ങളും വന്നിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ലിസ്റ്റ് വേണമെങ്കിൽ ബഹുമാന്യ അംഗത്തിന് വീണ്ടും കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഏകദേശം 1,00,000 പേർ തൊഴിൽ ചെയ്തിരുന്ന ഒരു വലിയ മേഖലയാണ് കയർ മേഖലയിൽ. ഇന്നത് 20,000 പേർ മാത്രമാണ് തൊഴിൽ ചെയ്യുന്നത്. തൊഴിലാളികളിൽ ഭൂരിഭാഗവും സ്ത്രീ തൊഴിലാളികളാണ്. ഗാർഹിക കയർപിരി സഹകരണ സംഘങ്ങൾ, കയറ്റുമതിക്കാർ മുതലായ മേഖലകളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ തീരദേശ ഗ്രാമീണ മേഖലയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സായിരുന്നു കയർ വ്യവസായം. കയർ വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാം. സാർ, അത് ഈ പ്രധാന ചോദ്യമായി ബന്ധപ്പെട്ടല്ലെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെയാണ് ബഹുമാന അംഗം ഉന്നയിച്ചത്. കയർ മേഖല കുറേ കാലമായി പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് സമഗ്രമായി പഠിക്കാൻ നമ്മുടെ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് പുതിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക, സൊസൈറ്റികളെ കുറേ കൂടി കാര്യക്ഷമമാക്കുക, അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ വ്യക്തമാക്കിയതുപോലെ കയർ, കൈത്തറി, കശുവണ്ടി ഈ 3 മേഖലയിലെ വിദഗ്ധ സമിതികളുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിലുള്ള ട്രേഡ് യൂണിയനുകൾ, സംരംഭകർ, എക്സ്പോർട്ടേഴ്സ് എല്ലാവരുമായി ചേർന്ന് ഒരു വിപുലമായ കോൺക്ലേവ് നമുക്ക് ഏപ്രിൽ മാസത്തിൽ സംഘടിപ്പിക്കാം. അവിടെ നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ മുന്നോട്ട് വയ്ക്കാം. നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ശ്രമിക്കാം. ശ്രീ K. ബാബു, തൃപ്പൂണിത്തുറ. സർ, നമ്മുടെ സംസ്ഥാനത്ത് MSMEകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാഷണൽ ബിൽഡിംഗ് കോഡാണ് ഭാഗമാക്കിയിട്ടുള്ളത്. എന്നാൽ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവരുടേതായ ബിൽഡിംഗ് കോഡ് നടപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റേതായ ബിൽഡിംഗ് കോഡ് നടപ്പാക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുള്ളൂ. സാർ, ഒരു ചെറിയ വിശദീകരണം കൂടി. ഇന്നലെ അങ്ങ് നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു. അതിനകത്ത് ഇന്ന് ചില മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് ഈ ഗൂഢാലോചന എന്ന് വ്യക്തമാക്കും. അത് അങ്ങ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഞാൻ പ്രതിപക്ഷത്തെ അഭിനന്ദിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം ഇതൊരു ഇംഗ്ലീഷ് പത്രം ദേശീയ തലത്തിൽ എടുത്തിട്ടുള്ളൊരു വാർത്തയാണ്. മലയാള മാധ്യമങ്ങളോ പ്രതിപക്ഷമോ അത് പറഞ്ഞിരുന്നില്ല. പ്രതിപക്ഷത്തിന് നൽകിയ മറുപടിയാണ്. അവരും അത് മുഴുവൻ 1213 പേജുണ്ടല്ലോ, അതെല്ലാം വായിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ഇടപെട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ബഹുമാനായ അംഗം ഇതിനു മുൻപും ഇപ്പോൾ നമ്മുടെ ലാൻഡ് അലോട്ട്മെൻറ്റ് റൂൾസ് ഞങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചോദ്യവും അതിന് സഹായകരമായിട്ടുണ്ട്. ഇപ്പോൾ LST ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. വളരെ മൗലികമായ മാറ്റങ്ങൾ ചട്ടങ്ങളിൽ വരുത്തിയത് വ്യവസായം തുടങ്ങുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഇനിയും അവർ മാറ്റങ്ങൾ നോട്ടിഫൈ ചെയ്യാൻ പോവുകയാണ്. 106 ഭേദഗതിയിലാണ് കൊണ്ടുവരുന്നത്. അങ്ങ് പറഞ്ഞത് ഇന്നലത്തെ ഞങ്ങളുടെ ചർച്ചയിലും ആ പ്രശ്നം ഉയർന്നു വരികയുണ്ടായി. അത് ഗൗരവമായി പരിഗണിക്കുന്നത്. ശ്രീ AP അനിൽകുമാർ. സർ, കേരളത്തിൽ SMEയുടെ വർധനവിൽ വലിയ മാറ്റം ഉണ്ടായെന്ന് അങ്ങ് പറയുകയുണ്ടായി. സർ, അങ്ങ് 13/12/22 ഈ സഭയിൽ പറഞ്ഞൊരു കാര്യം, അത്തരത്തിലുള്ള വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിലും അതുവഴി കേന്ദ്രത്തിലേക്കുള്ള നമ്മുടെ വിഹിതവും വർദ്ധിപ്പിക്കും എന്ന് അങ്ങ് ഈ സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സർ, ഈയിടെ നമ്മുടെ PMO പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ പ്രസിദ്ധീകരിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ GDPയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരളത്തിൻ്റെ വിഹിതത്തിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് കാണുന്നുണ്ട്. സർ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വിശദീകരിക്കാമോ? ഞാൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ അംഗങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുകയാണ്. വളരെ ഉദ്യമ രജിസ്ട്രേഷൻ ഇതുവരെ പറഞ്ഞിരുന്ന ഉദ്യമ രജിസ്ട്രേഷനിലെ ഈ മാറ്റമാണ്. ഇപ്പോൾ ഞാൻ ആ കണക്ക് പറഞ്ഞല്ലോ. ശരിക്കും അതനുസരിച്ച് ഞങ്ങൾക്ക് അവകാശപ്പെടാം. ഈ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് 13 ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു എന്ന് അവകാശപ്പെടാം. ഉദ്യമാണ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ, അതുപോലെ ഉദ്യം പോർട്ടലാണെങ്കിൽ ടോട്ടൽ MSME കേരളം. പക്ഷെ നമ്മൾ വസ്തുതാപരമായിട്ടാണ് എടുത്തത്. ഇതിനൊരു കാര്യം അങ്ങ് ചോദിച്ചതും നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പെർസെൻറ്റേജും ഈ കണക്കും നോക്കേണ്ടതുണ്ട്. ഈ പറയുന്നത് പെർസെൻറ്റേജാണ്. ടോട്ടൽ കൂടുമ്പോൾ നമ്മുടെ വർദ്ധിച്ചാലും ആ വർധനവിന് ആനുപാതികമാണ് നമ്മുടെ വർധനവെങ്കിൽ പെർസെൻറ്റേജ് അതുപോലെ നിൽക്കുള്ളൂ. നമുക്ക് ലോകത്ത് ഇന്ത്യയിലാകെ 100% ഉണ്ട്. 100 രൂപയാണ് GDP. നമ്മുടെ 20ആണ്. ഇന്ത്യയിലെ 200ആയി, നമ്മുടെ 40ആയി. അപ്പോൾ ശതമാനം ഒന്നേ നിൽക്കുള്ളൂ എന്ന് വെച്ച് നമ്മുടെ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതല്ല. 2021-22 ഇവിടെ ബഹുമാനായ ധനകാര്യമന്ത്രി കൂടിയുണ്ട്. നമ്മുടെ GDP, നമ്മുടെ GSTPയിലെ നമ്മുടെ കോൺട്രിബ്യൂഷൻ
9,24,465 കോടിയായിരുന്നു. 23-24 നമ്മുടെ കോൺട്രിബ്യൂഷൻ 11,46,108.67 കോടിയാണ്. എന്ന് വെച്ചാൽ ഈ 2 സാമ്പത്തിക വർഷം കൊണ്ട് കേരളം GDP-യുടെ വർധനവ് എന്നുള്ളത് 1,22,506 കോടി രൂപയാണ്. അങ്ങ് പറഞ്ഞ ഇതാണ് കണക്ക്. 1,22,506 കോടി. ഞാൻ വേറെ എങ്ങനെയല്ല എടുക്കുന്നത്, നമ്മുടെ എക്കണോമിക് റിവ്യൂ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ എക്കണോമിക് റിവ്യൂ നോക്കുകയാണെങ്കിൽ പ്രൈമറി സെക്കൻഡറി ടെറിട്ടറി വ്യവസായം വരുന്നത് 3-ാം മേഖലയിലാണ്. 21 ശേഷം ഒരു കുതിപ്പ് ടെറിട്ടറിയിൽ നിന്നുള്ള GST റിട്ടേണിനകത്തും ഇതിനകത്തും കാണാൻ കഴിയും. ഇത് കാണിക്കുന്നത് ഇത് പ്രതിഫലിച്ചു തുടങ്ങുന്നു. ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ശ്രീ IC ബാലകൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ അൻവർ സാദത്ത് പെട്ടെന്ന് സമയമാവുന്നുണ്ട്. സർ, അങ്ങ് നേരത്തെ പറഞ്ഞു അടച്ചുപൂട്ടിയ കണക്കുകൾ, വ്യവസായ സ്ഥാപന കണക്ക് പറഞ്ഞു, കോഴിക്കട, തട്ടുകട, അതുപോലെ അങ്ങനെയുള്ള സ്ഥാപനം പറഞ്ഞു. അപ്പോൾ തുടങ്ങിയതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് വ്യക്തമാക്കാമോ? അതുപോലെ സാർ, ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ബിൽഡിംഗ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ ബിൽഡിംഗ് പണിയുന്നതിന് പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമുണ്ടോ എന്നാണ് ഒരു ചോദ്യം. സാർ, അതിൽ ആദ്യം പറഞ്ഞതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ വിസ്തരിച്ച എന്നുവെച്ചാൽ 2021 ശേഷമുള്ള MSME നിർവചനത്തിൽ ഇൻഫോർമൽ MSME വരെ ഉൾപ്പെടുന്നുണ്ട് സാധാരണ വരുന്നത്. ഇനി ഒരു കണക്ക് കൂടി ഞാൻ പറയാം. ഇന്ത്യയിലിപ്പോൾ ടേൺ ഓവർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് 85% ഇന്ത്യയിലെ MSMEകളും 1 കോടിക്ക് താഴെ വിറ്റുവരവുള്ളതാണ്. ഇന്ത്യയിലെ 92% MSMEകളും 25 ലക്ഷത്തിൽ താഴെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഇന്ത്യയിലെ കണക്കാണ്. ഇന്ത്യയിലെ MSME കണക്കിൽ 92% കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടിലാണ്. ഒരു 25 ലക്ഷത്തിൽ താഴെ ഉള്ളതാണ്. അപ്പോൾ അത് കേരളത്തിന് ബാധകമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ 9 വർഷത്തെ കണക്കിൽ നമ്മൾ ഈ പെട്ടിക്കട, മുറുക്കാൻകട എന്ന് പേരുള്ളത് തന്നെയുണ്ട്. പക്ഷെ 21 ശേഷം മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 9 വർഷത്തെ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുത്തത്. തുടങ്ങിയതിനും പെട്ടിക്കട ഉണ്ടാവും, മുറുക്കാൻകട ഉണ്ടാവും, രജിസ്റ്റർ ചെയ്തുണ്ടാവും, അടച്ചതിലുണ്ടാവും. MSMEയുടെ ഇന്ത്യയിലെ നിർവചനത്തിൽ എന്തൊക്കെ പെടുന്നോ അത് തുറക്കുമ്പോഴുണ്ടാവും, അടയ്ക്കുമ്പോഴുണ്ടാവും. മറ്റേ നമുക്ക് പഞ്ചായത്തിൻ്റെ ഇൻഡസ്ട്രിയിലൊരു ചെറിയ വ്യക്തത കൂടി വരുത്താനുണ്ട്. അതിപ്പോൾ 2 വകുപ്പ് മന്ത്രിമാർ തമ്മിൽ ചർച്ച കഴിഞ്ഞു. സെക്രട്ടറി തല കമ്മിറ്റി റിപ്പോർട്ട് LSCയുടെ പരിഗണനയിലുണ്ട്. അതിനകത്തും ശരിയായ തീരുമാനം എടുക്കാൻ കഴിയും.